സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണാണെങ്കിൽ രാധികയുടെ പിന്നാലെ തന്നെ പ്രണയത്തോടെ കൂടുവാണ്ടോ. ആര് കുങ്കുമം പണ്ട് തുടങ്ങിയിരിക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനായിട്ട് പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പ്രിയങ്ക ടെൻഷനോട് കൂടി കോൾ അറ്റൻഡ് ചെയ്യുവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കണേ, അല്ല മുത്തശ്ശി, വരുണിൻ്റെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പിന്നാലെ ആദ്യം ആരാണോ കുങ്കുമം തൊടുന്നത് അവരുടെ പിന്നാലെയല്ലേ വരുൺ നടക്കുന്നത്? അതേന്ന് മുത്തശ്ശി പറയുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക ടെൻഷനോട് കൂടി മുത്തശ്ശിയോട് പറയണേ, വരുൺ കുങ്കുമം തൊട്ടതിന് ശേഷം ആദ്യം കുങ്കുമം തൊട്ട ആള് ചേച്ചിയാ. അത് കേൾക്കുന്നത് മുത്തശ്ശി ഞെട്ടിപ്പോകുക. എന്താ? അതേ മുത്തശ്ശി, സത്യമാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞ് പ്രിയങ്ക അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നത് മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. മുത്തശ്ശി പ്രിയങ്കയോട് ദേഷ്യപ്പെടുക. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അവസാനം നീ തന്നെ അതൊക്കെ കൊളവാക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? രണ്ടുപേരുടെ മേലെ നിൻ്റെ കണ്ണുണ്ടാവണം. ആ കുങ്കുമ ചില്ലറ കുങ്കുമൊന്നുമല്ല, പറഞ്ഞ കാര്യം നടക്കും. അവരെ തമ്മിൽ അകറ്റാൻ നോക്കിയിട്ട് ഇപ്പം നീയായിട്ട് തന്നെ അവരെ കൂടുതൽ അടുപ്പിച്ചല്ലോ. പിന്നീട് കാണിക്കുന്നത് അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന രാധികയുടെ അരികിലേക്ക് എത്തുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ആ ഓസയ്ക്ക് രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് രാധികയെ മുഴുവൻ നനക്കുവാണ്. അന്നേരം ദേഷ്യം വന്ന രാധിക വരുണിനെയും ആ ഓസ് വെച്ച് നനക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പെട്ടെന്ന് തന്നെ രാധികയുടെ കയ്യിലേക്ക് കയറി പിടിക്കുവാണ്. എന്നിട്ട് അവർ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. പിന്നീട് രാധികയെ ചുംബിക്കാനായിട്ട് വരുൺ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്ത് ഈ കാഴ്ച കണ്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ഒച്ച വെക്കുമ്പോഴേക്കും രണ്ടാളും പെട്ടെന്ന് ഞെട്ടിപ്പോകുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്